ഓ ഇതെന്തൊരു ചൂടാടി. ചൂട് ചായ കൊണ്ട് വരാൻ പറഞ്ഞ തിളച്ച ചായ കൊണ്ടിരിക്കുക. നിന്റെ ഉമ്മാക്ക് കൊണ്ട് കൊടുക്കും ഈ ചായ. നീ കൂടുതൽ വാചകം അടിക്കണ്ട. ഞാൻ പറയണ പണികൾ വേഗം ചെയ്യാം. ചവളും അതൊന്ന് പോയി കിട്ടാൻ എന്താ റബ്ബേ ചെയ്യ. എന്തും ഇവിടെ ശബ്ദം കേട്ട് ചക്ക വീണ പോലെ തോന്നിയല്ലോ. അയ്യോ അത് ചക്കയും മാങ്ങിയ തേങ്ങയൊന്നല്ല. ആ ഒരുമട്ടോളെ വെള്ളംകാലം കൊണ്ട് വീണതാ. അയ്യോ അവള് വീണാ. ആകാശത്ത് നോക്കി നടന്നാലേ അങ്ങനെയൊക്കെ വീഴും. സത്യം പറമ്മ ഉമ്മളെ വീഴ്ത്തിയിട്ടല്ലേ. അതെ അതിനിപ്പോ എന്താ, എവിടെങ്കിലും വീണ് ചത്ത് തൊലഞ്ഞു പോവാണെങ്കിൽ പോട്ടറി. നിനക്കെന്താ, എന്തെങ്കിലും പ്രശ്നാവും അമ്മ? എന്ത് പ്രശ്നം? പിന്നെ ഒരു പ്രശ്നവും ഇല്ല. അല്ലമ്മ അവള് ഈ അവസ്ഥയില് വീണതല്ലേ, അതുകൊണ്ട് എനിക്കൊരു പേടി. കഴുത്ത് അറുത്തിട്ടാലും ചാവാത്തേനോ അത്. ഇല്ലല്ലേ ഇപ്പൊ അവൻ അവളുടെ എന്നും കൂടെ കൂട്ടിയിട്ട് വന്നോ, അന്ന് തുടങ്ങിയതാ നമ്മുടെ കഷ്ടകാലം. വീട് മുടിക്കാൻ വേണ്ടിട്ട്. അവളെ കൊണ്ട് നമുക്കല്ലമ്മ പ്രശ്നം. എന്റെ ആങ്ങളൊക്കെ ഒരു പ്രശ്നമില്ലല്ലോ. എന്റെ ആങ്ങള അവളെ തലയിൽ വെച്ചിട്ടല്ലേ നടക്കണത്. അതുകൊണ്ട് ഉമ്മ ഒരുപാട് അവളിട്ട് അങ്ങനെ ദ്രോഹിക്കണ്ട. ചിലപ്പോ ഇരിക്ക വന്നാലേ അവളെല്ലാം പറഞ്ഞു കൊടുക്കും. പിന്നെ പറഞ്ഞു കൊടുക്കണു. അവൾക്ക് അത്രയ്ക്കൊക്കെ ധൈര്യം ഉണ്ടോ? എന്നാ പിന്നെ എനിക്കതൊന്ന് കാണണല്ലോ. അല്ല ഇനിയിപ്പം അവള് വീട് വിട്ട് ഇറങ്ങി പോവോ? അല്ല പറയാൻ പറ്റില്ല. ഉമ്മന്റെ ദ്രോഹം സഹിക്കാണ്ടേ ചിലപ്പോ ഇറങ്ങി പോവാനും മതി. ഒന്ന് പൊക്കാ, നമുക്കത് ഭ്രാന്തുണ്ടാവും. അവൾ എവിടേക്ക് പോവാനാ? സ്വന്തം വീട്ടിൽ പോലും അവൾ കേറ്റില്ല. പിന്നെ പോവാ പെരുവഴിക്ക്. അത് അവള് കൊണ്ടുവല്ല, ഞാനായിട്ട് അവളെ ചവിട്ടി പുറത്താക്കേണ്ടി വരും. അത് ശരിയാ. അവൾ ഇക്കാന്റെ കൂടെ ഇറങ്ങി വന്നാലും എന്തായാലും അവളുടെ വീട്ടിൽ അവളെ കേറ്റില്ല. അതെനിക്ക് ഉറപ്പുള്ളതുകൊണ്ടല്ലേ ഞാൻ അവളെ ഇവിടെ ഇങ്ങനെ നരകിപ്പിക്കുന്നത്. എന്റെ ആട്ടും തുപ്പൊക്കെ കേട്ടിട്ട് അവൾ ഇവിടെ കിടക്കട്ടെ. ശാപം. എന്നാലും ഒന്ന് സൂക്ഷിച്ചോ. ഇതൊക്കെ ഇക്ക അറിയാണ്ട് നോക്കണം. ഇക്ക അറിഞ്ഞ പ്രശ്നമാണ് കേട്ടാ. പിന്നെ അവനറിഞ്ഞ എനിക്ക് പുല്ലാണ്. അവനൊക്കെ എന്റെ വരുതിയിലാക്കാനേ എനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ തേങ്ങ ഇടാറായല്ലോ. ആ തെങ്ങ് തന്നെ ചങ്കേട്ടനെ വിളിക്കണം നാളെ. എന്താ ഒരു വെയില്, ഭയങ്കര ഉഷ്ണം. വൈകുന്നേരം മഴയുണ്ടാവും. അസ്മ, ഉമ്മറത്തേക്ക് ഒരു ചൂട് ചായ കൊണ്ടുപോവാ. ഉമ്മ എന്ന ചായ. ഓ ഇതെന്തൊരു ചൂടാടി. ചൂട് ചായ കൊണ്ട് വരാൻ പറഞ്ഞ തിളച്ച ചായ ഇടി കൊണ്ടിരിക്കുക. നാവ് പൊള്ളി. നിന്റെ ഉമ്മാക്ക് കൊണ്ട് കൊടുക്കും ഈ ചായ. അയ്യോ എന്റെ പൊന്നുമോളെ ഇവിടെ ഇരുന്ന് കരയ. കുറഞ്ഞോണ്ടിരിക്കണ്ട. ചായ പോയവിടെ പോയി തുടയ്ക്കാൻ നോക്കടി. പോടി പൊട്ടി മോള് വഴി ഇരുന്ന് മൂങ്ങവള്. അസ്മ, നീ എന്തിനൊക്കെ അറിയണ്? ഇക്ക വന്നോ? എന്തൊക്കെ പെട്ടെന്ന് അടുത്ത ആഴ്ച വരാന്നല്ലേ പറഞ്ഞത്? ഒന്നുമില്ല, പെട്ടെന്ന് 2 ദിവസം ലീവ് കിട്ടി, അപ്പൊ ഇങ്ങോട്ട് വന്നു. അല്ല നീ എന്തിനൊക്കെ അറിയണ് പറ. ഞാൻ കരഞ്ഞൊന്നുമില്ലക്ക. അതെ കണ്ണില് പൊടി എന്തോ പോയതാ. ഇക്ക ഉള്ളിൽ കയറും, ഞാനേ ഇവിടെ നിന്ന് തുടച്ചിട്ട് അങ്ങോട്ട് വരാം. നീ എന്തിനാ ഈ തുണി കൊണ്ട് തുടക്കുന്നത്? മറ്റേ തുടക്കണ കോലില്ല ഇവിടെ? അത് മറ്റേ ആ തുടക്കണ കോലില്ലേ, അത് പൊട്ടിപ്പോയിക്കാ. അതുകൊണ്ടാ ഞാൻ തുണി കൊണ്ട് തുടച്ചത്. പൊട്ടിപ്പോയിന്നോ? 2 ആഴ്ച മുമ്പല്ലേ ഞാൻ പുതിയ ഒരെണ്ണം വാങ്ങിയത്. അത് ഇത്ര പെട്ടെന്ന് പൊട്ടിയോ? നിന്റെ മുഖത്ത് എന്താ ഭയങ്കര ക്ഷീണം? നിനക്ക് വയ്യേ? ആശുപത്രി പോണോ? എനിക്ക് കുഴപ്പമൊന്നുമില്ലക്ക. ഇക്ക ഉള്ളിൽ കയറും, ഞാൻ ചായ തരാം. ഞാൻ കൈ കഴുകിട്ട് വരാം കേട്ടോ. കേറ്. ആരാ അവിടെ? ഞാനമ്മ. നീ വന്നോ? എന്നിട്ട് എന്താണ് ഇങ്ങനെ മുറ്റത്ത് തന്നെ നിൽക്കുന്നത്? ഇവിടെ വിളിക്ക് വാ, അമ്മ ചായ തരാം. ബാ വിളിക്ക് വാ. അപ്പൊ എന്താണ് നീ ഒന്നും പറയാണ്ട് വന്നത്? അല്ലെങ്കിൽ നീ എപ്പോഴും വിളിച്ചിട്ടല്ലേ വരിക? ഒന്നുമില്ല, 2 ദിവസം അവിടെ പണിയൊന്നുമില്ല, അപ്പൊ ഇങ്ങോട്ട് വന്നു.
വിളിച്ചിട്ട് കണ്ടിട്ട് നടക്കുന്ന കാര്യങ്ങളൊക്കെ നീ അറിയില്ല അതാ. എന്നാടാ ഈ പൊക്കോടൊക്കെ എടുത്തോ, ഇതൊക്കെ റെജീനെ കിട്ടിയാ വരുമ്പോ കുറഞ്ഞതാ, അല്ലാണ്ട് ഇവിടെ ആരാ തിന്നാൻ പേടിക്കുന്നത്. റജിയെ ദടിക്ക വന്നിട്ടുണ്ട്, ഇങ്ങട് വാ. ഇക്കപ്പോഴാ വന്ന്. ഞാനിപ്പോ വന്നുള്ളടി. നിനക്കിപ്പോ എങ്ങനെയുണ്ട്? കൊഴപ്പൊന്നുമില്ലല്ലോ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. അളിയൻ വിളിക്കാറില്ലേ? വിളിക്കലൊക്കെ ഉണ്ട്. അവൾക്ക് എന്താ ഇവിടെ കുഴപ്പം? അവൾക്ക് ഇവിടെയും കുഴപ്പമില്ല, കെട്ടുകാരന്റെ വീട്ടിലും കുഴപ്പമില്ല. അപ്പൊ നമ്മ സുഖമാണ് അവൾക്ക്. ഉമ്മ ഞാനേ കുറച്ചേരം പോയി കിടക്കട്ടെ കേട്ടാ. ശരി, നീ പോയി കിടന്നോ. നീ ഇങ്ങനെ ഏതു നേരം കിടക്കണ്ടാട്ടാ, അത് ഈ സമയത്ത് നല്ലതല്ല. അവളങ്ങനെ ഏഴു നേരം കിടക്കൊന്നുമില്ല, എപ്പോഴെങ്കിലൊക്കെ കിടക്കുള്ളൂ. ഞാൻ അവളെ അങ്ങനെ കടത്താറേ ഇല്ല. എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പണികൾ ചെയ്യിപ്പിച്ചോണ്ടേയിരിക്കും, എന്നാലല്ലേ സുഖപ്രസവമൊക്കെ കിട്ടുള്ളൂ. ഞാനങ്ങനെ കടക്കാനൊന്നും സമ്മതിക്കില്ല. അതിനൊക്കെ നിന്റെ ഭാര്യ പറഞ്ഞാലേ കേൾക്കില്ല. മൂട്ടില് വെയിൽ കാട്ടണം എനിക്കാണെങ്കിൽ ഒരു പണിയും ചെയ്യില്ല. എന്താണ് അവൾ ഇങ്ങനെ അയക്കണത്? ഞാന് രണ്ടാമത്തും കൂടി എന്തെങ്കിലുമൊക്കെ പണി ചെയ്യി പറയും, എന്റെ മകള് കേൾക്കും. അവളുണ്ടോ കേൾക്കണ്? നീ അവളുടെ അടുത്ത് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്ക്. ഞാൻ പറഞ്ഞാലും എനിക്ക് പുല്ല് വില പോലും തരില്ല അവള്. അസ്മ, നീ ഇരിക്കേ, ചായ കുടിക്കാം. അവളൊക്കെ ചായ കുടിച്ചതാ, അപ്പൊ നീ കുടിക്കാൻ നോക്ക്. അവളുടെ അടുത്തൊന്നും നേരം നേരം തിന്നാനും കുടിക്കാനും ആരും പറയണ്ട. അതൊക്കെ അവൾ കറക്റ്റ് ആയിട്ട് ചെയ്തോളൂ. എവിടെയായിരുന്നു ഇത്ര നേരം? എന്റെ മകൻ വന്ന് നീ കണ്ടില്ലേ? അവൻ വന്നിട്ട് ഇത്ര നേരമായിട്ട് നീ ഒരു ഗ്ലാസ് ചായന വെള്ളം ഇട്ട് കൊടുത്താ? അതിന് ഈ ഉമ്മ വേണം. പിന്നെ ഞാൻ പറഞ്ഞില്ല അവിടെ സ്വഭാവമൊക്കെ ഇതന്നെ. ഒരു പണി കണ്ടറിഞ്ഞ് ചെയ്യില്ല, ഒക്കെ അങ്ങനെ പറഞ്ഞു കൊടുക്കണം. കുറെ നേരമായല്ലോ രണ്ടും കൂടി ഇതിൻ്റെ ഉള്ളിൽ ഒരു വാട അടച്ചിട്ട്. തുറക്കണമില്ല. ഇവിടെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കണ്ടാവും ഇനി. നോക്കാം. വയസ്സില്ലേ, ഒന്ന് വാഴ തുറക്ക്. തുറക്കും. എന്തമ്മ? നീയേ വേഗം കടയിൽ പോട്ടെ കുറച്ച് മഞ്ഞപ്പൊടി മല്ലിപ്പൊടി വാങ്ങിട്ട് വാ. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പോവമ്മ. കുറച്ച് കഴിഞ്ഞിട്ടൊന്നും പറ്റില്ല, നീ ഇപ്പൊ തന്നെ പോയി വാങ്ങിട്ട് വരാം. നീ കൊണ്ടുവന്നിട്ട് വേണം എനിക്ക് കൂട്ടാൻ വെക്കാന്. ഞാൻ അപ്പൊ കൂട്ടാൻ വെക്കാൻ നോക്കിയപ്പോഴേ സാധനങ്ങളൊക്കെ കഴിഞ്ഞേക്കൊള്ളു. നീ വേഗം പോയി വാങ്ങിട്ട് വാ. എന്റെ ഉമ്മ, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പോയാ പോരെ? എടാ നീ വാങ്ങിട്ട് വന്നിട്ട് വേണം എനിക്ക് കൂട്ടാൻ വെക്കാനേ. ഉച്ചക്ക് ചോറ് ചെയ്യണ്ടേ? നീ വേഗം വാ വാങ്ങിട്ട് വാ. അസ്മ, ഞാൻ ഇന്നാ ഇപ്പൊ വരാട്ടോ. ചോറ് വെന്തു. ഉമ്മ, നിങ്ങൾ പറഞ്ഞ സാധനങ്ങൾ മൊത്തം വാങ്ങിയിട്ടുണ്ട്. എന്നാ ഇവിടെ ഇത്ര പെട്ടെന്ന് വന്നോ? അസ്മ എവിടെ ഉമ്മ? അവള് കുളിക്കുക തോന്നുന്നു. എന്നാ ഞാൻ പോയിട്ട് കുറച്ചേരം കിടക്കട്ടെ കേട്ടാ. എന്താ ചെയ്യ? അല്ലടാ, നിന്റെ ഈ താടി മുടിയൊക്കെ എന്താ ഇങ്ങനെ വളർന്നിക്കണ്? കാട് പോലെ ആയല്ലോ. നിനക്ക് ഇതൊക്കെ ഒന്ന് വെട്ടി ഒതുക്കൂടെ? നീ ഒരു കാര്യം ചെയ്യ്, ഇപ്പൊ പോയിട്ടേ ആ താടി മുടിയൊക്കെ ഒന്ന് വെട്ടി ഒതുക്ക് പോ. അതൊക്കെ നാളെ ചെയ്യാമ്മ. ഞാൻ 2 ദിവസം കൂടി ഉണ്ടല്ലോ. ഞാൻ ഇപ്പൊ പോയിട്ട് കുറച്ചേരം കിടക്കട്ടെ. അല്ലടാ, അവളെ മുളപ്പിച്ചോണ്ട് നടക്കുക. എന്താ ചെയ്യ? തമ്പുരാട്ടിന്റെ നീരാട്ട് കഴിഞ്ഞിട്ടില്ലല്ലോ. അവന് ഒരുമിച്ചിരിക്കാൻ ഞാൻ സമ്മതിക്കില്ല. എന്താ ഈ ബാത്റൂം ഇങ്ങനെ നാർന്നത്? ഈ ബാത്റൂമിന്റെ കോലം കിടക്കണം നോക്ക്. ഒഴുകണൊന്നും ഇല്ലാണാവോ? നീ ഈ ബാത്റൂം കഴുകലൊന്നുമില്ലേ? നിനക്ക് ഒഴിവുള്ളപ്പോ ഈ ബാത്റൂമൊക്കെ ഒന്ന് കഴുകിയിട്ടൂടെ? നാറിയിട്ട് വയ്യാലോ. ആ ചെക്കനുള്ളതാണ്. ആ ചെക്കൻ കയറിപ്പോയ എന്താ ഒരു കിടക്കണ കോലം. നീ ഒരു കാര്യം വേഗം ആ ബാത്റൂം കഴുകിയിടാൻ നോക്ക്. ഞാനിപ്പോ കുളിച്ചല്ലേ ഉള്ളൂ, ഞാൻ വൈകുന്നേരം കഴുകിയിടാ.
ഓ അതൊന്നും കുഴപ്പമില്ല. നീ കൂടുതൽ വാചകം അടിക്കണ്ട. ഞാൻ പറയണ പണികൾ വേഗം ചെയ്യാൻ നോക്ക്. നീ പോയി അത് കഴുകിയിട്ട് വേണമെങ്കിൽ വൈകുന്നേരം ഒന്നും കൂടി കുടിച്ചാൽ മതി. കഴുകിടാൻ നോക്ക് വേഗം. കുളിച്ച് സുന്ദരിയായിട്ട് കെട്ടിയവനെ പൂജിക്കാൻ പോവുള്ളൂ.